Hi, good evening, everyone. Welcome back to another OET Speaking Speculation Live. This is me, 𝐒𝐻𝐞𝐚𝐤𝐬𝐴 from Nidus Academy. So, yes, welcome back. Good evening, all of you. So, today we are going to look into another recent exam model card with an exact same context. I have just made some alterations here and there, but the context, the pattern, the tasks, the structure of everything is the same. Okay, so it is going to be very effective and useful for you guys, because when you know that ഇതുപോലത്തെ കാർഡുകളൊക്കെയാണ് എക്സാമിന് വരുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ it is going to be much more easier for you to tackle the exam. Okay, whenever you go for the exam or on the day of your examination, you wouldn't feel hesitant or you wouldn't be like taken aback when you get the card. ചിലപ്പം പെട്ടെന്ന് കാർഡ് കിട്ടുമ്പോൾ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ടെൻഷൻ വരും അല്ലേ, അയ്യോ ഇതെന്താ ഞാൻ ഇങ്ങനത്തെ അല്ലല്ലോ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റും if you know the exam familiar ടോപ്പിക്സ് അല്ലെങ്കിൽ ആ പാറ്റേൺസ് ആയിക്കോട്ടെ. ടോപ്പിക്കിനേക്കാളും ആ എക്സാമിന് വരുന്ന ആ ഒരു പാറ്റേൺ, ആ ടാസ്കുകളുടെ ഒരു ഓർഗനൈസേഷൻ, ടാസ്കുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആണ്, ആ കോണ്ടെക്സ്റ്റുമായിട്ട് അത്യാവശ്യം ഓപ്പൺഡ് ആണ് നിങ്ങളെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സൂപ്പർ ഈസി ഫോർ യു വെൻ യു ഡു ദ റോൾ പ്ലേ ഫോർ ദി എക്സാമിനേഷൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് സെഷൻസിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റീസെൻറ്റ് എക്സാം മോഡൽ പാറ്റേൺസ് തന്നെയാണ്. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനത്തെ ഒരു കാർഡാണ് നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് wasting much time, let me share it right now. So you'll have 3 minutes to go through the card, and after that we'll have a detailed discussion of each of the topics. Okay, so over to the card right now.
Alright everyone, welcome back. So I gave you enough time to go through the entire card. Be prepared with the pointers and I hope you got a picture about how this conversation is going to move forward. Okay? എന്താണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരേണ്ടത്, മുന്നോട്ട് പോകുന്ന ടാസ്കുകളൊക്കെ ഏതൊക്കെ പോയിന്റുകളാണ് എലാബറേറ്റ് ചെയ്യുക, എന്തായിരിക്കണം അതിൻ്റെ ട്രാൻസിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. സോ നൗ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ കാർഡ്, ദിസ് ഈസ് എ പോയിന്റ് ദാറ്റ് ഐ ഓൾവേസ് റിപ്പീറ്റ് ഇൻ മോസ്റ്റ് ഓഫ് my lives, which is nothing but what are the 8 points that you need to prepare during your 3 minutes. നിങ്ങൾ ഈ 3 മിനിറ്റ്സിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കുക, ഒരു ഐഡിയ ഇല്ലാതെ, ഒരു പ്ലാൻ ഇല്ലാതെ അത് ചുമ്മാ ആ ഒരു 3 മിനിറ്റ്സ് കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രസൻറ്റേഷൻ നിങ്ങളത് പ്രോപ്പറായിട്ട് പ്ലാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു 3 മിനിറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ വേണം എക്സിക്യൂട്ട് ചെയ്യാൻ, കൃത്യമായിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണോ ഞാൻ 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് ബേസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അതല്ലാതെ ചുമ്മാ ഓക്കെ 3 മിനിറ്റ്സിൽ ഞാൻ വായിച്ചു, കുറേയൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചു, കുറേ ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചു, എനിക്ക് വേണ്ട കാര്യമാണോ വേണ്ടാത്ത കാര്യമാണോ, റോൾ പ്ലേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ദെർ ആർ 8 പോയിന്റ്സ്. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ 3 മിനിറ്റ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനീഷ്യൽ അഷുറൻസ് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങളുടെ അടുത്ത് പേഷ്യൻ്റ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അൺനോൺ കേസ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്തിനാണ് വന്നിരിക്കുന്നത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ് എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ അതിന് അവരൊരു കാരണം പറയും. ഇനി നോൺ കേസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാറുണ്ട് യെസ്, സോ ബിഫോർ വി സ്റ്റാർട്ട് ടെൽ മീ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടും. ഈ കിട്ടുന്ന റിപ്ലൈസിന് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഷുറൻസും ഹെൽപ്പും ഓഫർ ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനീഷ്യൽ അഷുറൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, അൺനോൺ കേസിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറുപടി ഐ ബീൻ എക്സ്പീരിയൻസിങ് റിയലി ബാഡ് ഹെഡേക്ക് ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് ഐ നീഡ് ടു ഗെറ്റ് സം പെയിൻ കില്ലേഴ്സ് ഫോർ ദാറ്റ്, ഐ ഹാവ് എ ബിസിനസ് മീറ്റിംഗ് കമ്മിങ് അപ്പ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് സിവിയർ ഹെഡേക്ക്, അല്ലെങ്കിൽ യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് സിവിയർ headache, but please don't worry, I am here to help you, I'll look into it. ഇതാണ് ഇനീഷ്യൽ അഷുറൻസ്. അതിൽ നിങ്ങൾ അഷ്യൂർ ചെയ്യുന്നു, എംപതൈസ് ചെയ്യുന്നു, അഷ്യൂർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഹെൽപ്പ് ഓഫർ ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ ഇനീഷ്യൽ അഷുറൻസിൽ വരുന്ന കോണ്ടെക്സ്റ്റ്. ഇനി ഓൺ ദി അതർ ഹാൻഡ് നമ്മളൊരു നോൺ കേസ് ആണ് നോക്കുന്നതെങ്കിലോ, അവിടെ പേഷ്യൻ്റ് പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഹൈ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, അല്ലെങ്കിൽ ഹൗ ഹാവ് യു ബീൻ ഫീലിംഗ് ലേറ്റ്ലി, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ തിരിച്ചെന്ത് മറുപടി കൊടുക്കണം, ഓക്കെ, പേഷ്യൻ്റ് തിരിച്ച് നിങ്ങൾക്ക് തരുവാണ്. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് തിരിച്ച് പേഷ്യൻ്റ് തന്ന മറുപടിയാണ് ഐ എം ഫീലിംഗ് ഗുഡ്, ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഗ്രേറ്റ്, ഐ എം ഓക്കെ ബട്ട് ദ പെയിൻ മെഡിക്കേഷൻ ഇസ് നോട്ട് വർക്കിംഗ് ദാറ്റ് വെൽ ഫോർ മീ, ഐ എം ഓക്കെ ബട്ട് ഐ ബീൻ എക്സ്പീരിയൻസിങ് സം പെയിൻ ഇൻ ഇൻസിഷൻ സൈറ്റ്. ഇങ്ങനെ പല റിപ്ലൈസ് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചൊരു മറുപടി കൊടുക്കണം. ഇപ്പോൾ ഐ എം ഫീലിംഗ് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആയതുകൊണ്ട് തന്നെ തിരിച്ചെന്ത് പറഞ്ഞാൽ മതി, ഐ എം ഗ്ലാഡ് ഓർ ഐ എം പ്ലീസ്ഡ് ടു നോ ദാറ്റ് യു ആർ ഡൂയിങ് ഓൾ റൈറ്റ്, ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്, ഓക്കെ, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഇനി പേഷ്യൻ്റ് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആണ് തരുന്നത്, ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ഗ്രേറ്റ്, ഓക്കെ, ഓക്കെ ബട്ട് സ്റ്റിൽ ദ പെയിൻ മെഡിക്കേഷൻ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഫോർ മീ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, okay, you have to say, oh, I'm really sorry to know that, but don't worry, let me look into it. So you have to definitely do this initial assurance. അപ്പോൾ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ കാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കുക, എൻ്റെ ടാസ്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കാം ഒരു പക്ഷേ പേഷ്യൻ്റ് തരാൻ പോകുന്ന മറുപടി എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ ടാസ്ക് കാർഡിൽ നിന്ന് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, പേഷ്യൻ്റ് ഇതായിരിക്കും പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് പറയാം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്? പിന്നെ ഇനീഷ്യൽ അഷുറൻസ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് 2 രീതിയിൽ പേഷ്യൻറ്റിന് തിരിച്ച് റിപ്ലൈ തരാം. ചിലപ്പോൾ ഐ എം ഓക്കെ എന്ന് പറയാം, ചിലപ്പോൾ ഐ എം നോട്ട് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള 2 റിപ്ലൈസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 2 രീതിയിലുമുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് പ്രിപ്പയർഡ് ആയിരിക്കണം.
അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ആ മൂക്കി എന്ന് എഴുതി പറയാം എന്ന് മാത്രമേ പ്രിപ്പയർഡ് ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നത് പോലെ പേഷ്യൻ്റ് പറയുകയാണ് ഐ എം നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ദിസ് ഇസ് റിയലി റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ടേക്കൺ ബാക്ക് ആയി പോകും. നിങ്ങൾ പെട്ടെന്ന് അവിടെ എന്തായി പോകും, സ്റ്റണ്ടായിട്ടിരിക്കും. അയ്യോ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, ഇതിപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, പേഷ്യൻ്റ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നുള്ള കൺഫ്യൂഷൻസിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ റോൾ പ്ലേ അവിടെ സ്റ്റക്കാവും, നിങ്ങളുടെ സ്കോർ അവിടെ ഫ്ലുവൻസിയിലൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ രണ്ട് രീതിയിൽ ആൻസേഴ്സ് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് ഡു യു ഹാവ് എനി കൺസേൺസ്, അതിന് യെസ്സും നോയും വരാം. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ ടു യു, യെസ്സും നോയും വരാം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് അല്ലേ. ഹൗ ആർ യു എന്നുള്ളതും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻ ആണ്, പക്ഷേ അതിന് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, ഗുഡ് ബാഡ്. അപ്പോൾ ഇങ്ങനെ പല റെസ്പോൺസസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആ പല കോണ്ടെക്സ്റ്റുകൾക്കും ഒരു റിപ്ലൈ മനസ്സിൽ കരുതുക. അതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കി, സെക്കൻഡ് ഇനീഷ്യൽ അഷുറൻസ്, തേർഡ് വൺ ആക്ഷൻ വെർബ്സ് ആൻഡ് ദി എക്സ്പാൻഷൻസ് ഓഫ് ദാറ്റ്. എല്ലാ ടാസ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്, ആക്ഷൻ വെർബ്സ് ഉണ്ട്. കൺഫേം അല്ലെങ്കിൽ ഔട്ട്ലൈൻ, അഡ്വൈസ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, സ്ട്രെസ്, ഇതെല്ലാം നിങ്ങളുടെ എന്താണ്, ആക്ഷൻ വെർബ്സ് ആണ്. എല്ലാ ടാസ്കിലും നിങ്ങൾക്കത് ആദ്യം കിടക്കുന്നത് കാണാനും സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ആക്ഷൻ വെർബിൻ്റെ റോൾ എന്താണ്, നിങ്ങൾ ആ ടാസ്കിൽ എന്ത് ആക്ഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വാക്കാണ് എന്ത്, ഈ ആക്ഷൻ വെർബ്. So these action verbs will literally tell you or give you an idea about, okay, this is the action you have to do in this particular task. That is important. And based on these action verbs, you will expand that entire word into a small sentence so that you can have an entry to the task. ഇപ്പോൾ explain എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ ഒരു ഫ്രേസ് ആക്കുവാണെങ്കിൽ, I would like to talk to you about this. Okay, so now let's discuss this, Mr. David. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനെ എന്താക്കി മാറ്റാം, ചെറിയൊരു ഫ്രേസൽ സെൻറ്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി അതിനെ മാറ്റുമ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഈസിയർ ടു ഫോർ യു ടു ഓപ്പൺ എ സ്റ്റേറ്റ്മെൻറ്റ്. കേട്ടോ, ഒരു ടാസ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള എളുപ്പം അതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്. ആക്ഷൻ വെർബ്സ് എന്തൊക്കെയാണെന്ന് സ്പോട്ട് ഡൗൺ ചെയ്യുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പാൻഷൻസ് മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. തേർഡ് വൺ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ വരുന്നത് കീവേഡ്സ്, അതും അതിൻ്റെ സിനോണിംസും ആണ്. എല്ലാ ടാസ്കിലും എന്തുണ്ടാവും, കീവേഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ കീവേഡ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിനോണിംസ് നമ്മൾ എന്ത് ചെയ്യണം, prepared ആയിരിക്കണം. It is super important because it is important for you to be having that fluency when you speak അല്ലേ. സ്പോണ്ടേനിയസ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു നോ ഈ ടാസ്കിൽ ഈ വേർഡിൻ്റെ ഇവിടെ ഈ വാക്കാണ് ഞാൻ റോൾ പ്ലേയിൽ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. യു വിൽ നോട്ട് ഗെറ്റ് സ്റ്റക്ക്. ഓക്കെ, സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടാസ്കിലും ഏതാണ് കീവേഡ് എന്ന് അനലൈസ് ചെയ്യുക. ആ കീവേഡ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ തിരിച്ച് പറയാം റോൾ പ്ലേയിൽ കേട്ടോ. ഇനി അതല്ല എന്നുണ്ട് അതിൻ്റെ ഒരു സിനോണിമാണ് ഉപയോഗിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സിനോണിം എന്ത് ചെയ്യുക, ആ കീവേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സിനോണിം എഴുതി വെക്കുക. സോ നിങ്ങൾ റോൾ പ്ലേ ചെയ്ത് വരുമ്പോൾ യു ക്യാൻ സി, ഓക്കെ ഇവിടെ ഞാൻ ഈ വേർഡാണ് ഉപയോഗിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, സോ ലെറ്റ് മീ യൂസ് ഇറ്റ്. അപ്പോൾ അവിടെ ഫ്ലുവൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അനദർ പോയിന്റ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് യു നീഡ് ടു പ്രിപ്പയർ ഇൻ 3 minutes is how to end the task. ഓരോ ടാസ്കുകൾക്കും നിങ്ങൾ ഇങ്ങനെ തുടങ്ങി വന്നതുപോലെ തന്നെ അതൊരു പോയിന്റിൽ കൊണ്ട് ഫിനിഷ് ചെയ്യണം. ആ ഫിനിഷ് ചെയ്യേണ്ട പോയിന്റാണ് എന്ത്, എൻഡ് ഓഫ് ഈച്ച് ടാസ്ക്. എൻഡ് ഓഫ് ഈച്ച് ടാസ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ടാസ്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത്, അതായത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ മീൻസ് ഇതാണ് ഈ കണ്ടീഷൻ്റെ കോസസ് ഇതൊക്കെയാണ്, ഓക്കെ ഇതൊക്കെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ടാസ്കുകളായിരുന്നെങ്കിൽ മനസ്സിലായോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത് അല്ലേ. ആ രീതി നിങ്ങൾക്ക് വേണ്ടി ഫിനിഷ് ചെയ്യാം. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? Are you following me? Do you understand? Did you get what I said? I hope you understand what I'm saying. Are you with me? Are we on the same page? അങ്ങനെ പല സെൻറ്റൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഇൻസ്ട്രക്റ്റീവ് ടാസ്ക് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത്, ഓക്കെ സർജറിക്ക് മുന്നേ ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഡിസ്ചാർജിന് ശേഷം ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്യൂച്ചർ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അവിടെയും നിങ്ങൾക്ക് ചോദിക്കാം മനസ്സിലായോ. അതോടൊപ്പം തന്നെ എന്ത് ചോദിക്കാം,
ഇതൊക്കെ നിങ്ങൾ ചെയ്യില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഓക്കെ ആണോ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇതിനെ പറ്റിയിട്ട് എന്നൊക്കെ ചോദിക്കാം. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു? ഓക്കെ, വുഡ് യു ബി ഏബിൾ ടു ഡു ദാറ്റ്? Will you be following all these instructions correctly? I hope you will be following these instructions correctly. എന്നുള്ള രീതിയിൽ സെൻറ്റൻസസും ഫ്രേസസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കാണിച്ചു തന്നത് ഇൻഫർമേറ്റീവ് ടാസ്ക് വരുമ്പോൾ മനസ്സിലായോ എന്നുള്ള ചോദ്യവും ഇൻസ്ട്രക്റ്റീവ് ടാസ്കുകൾ വരുമ്പോൾ മനസ്സിലായോ എന്നും ചോദിക്കാം, ചെയ്യാൻ പറ്റുമോ എന്നും ചോദിക്കാം. ഓക്കെ, ഈ ചെയ്യാൻ പറ്റുമോ എന്നും നമ്മൾ ഇവിടെ ഇൻസ്ട്രക്റ്റീവ് ടാസ്കിൻ്റെ കൂടെ ചോദിക്കുന്നത് എവിടെ ചോദിക്കാൻ പറ്റില്ല? ഇൻഫർമേറ്റീവ് ടാസ്കിൻ്റെ കൂടെ ചോദിക്കാൻ പറ്റില്ല. കാരണം ഒരു പേഷ്യൻറ്റിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട്, അതായത് ഇതാണ് കേട്ടോ നിങ്ങളുടെ കണ്ടീഷൻ, ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇല്ല. There is no logic there, so you cannot ask that question over that place. Okay, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ടാസ്കുകളാണെങ്കിൽ മനസ്സിലായോ എന്നും, നേരെ മറിച്ച് ഇൻസ്ട്രക്റ്റീവ് ടാസ്കുകൾ വരുമ്പോൾ മനസ്സിലായോ എന്നും ചോദിക്കാം. അതുപോലെ തന്നെ എന്തും ചോദിക്കാം, ചെയ്യാൻ പറ്റുന്നതാണോ, നിങ്ങൾക്കിതൊക്കെ ഓക്കെ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് ട്രാൻസിഷൻസ് ആണ്. ഓരോ ടാസ്കിനും ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എന്ത് വേണം? ട്രാൻസിഷൻസ് വേണം. ട്രാൻസിഷൻസിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ലൈവുകളൊക്കെ നോക്കിക്കാൻ, അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രാൻസിഷൻസ് എന്ന് പറയുന്ന കാര്യം, ഈ ടോപ്പിക്ക് ഇതോടെ ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ടാസ്കിലേക്ക് ഞാൻ എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്ത് പോവുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ്ഡ് ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ട്രാൻസിഷൻ കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്നത്, നിങ്ങൾ കുറേ വാക്കുകളും ഫ്രേസസും ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ഫ്രേസസുകളും വാക്കുകളും ഒക്കെ ഏത് ടാസ്കിൻ്റെ കൂടെ എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിരിക്കണം. യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ അബൌട്ട്, ഓക്കെ ഈ ടാസ്കിന് ഇത് സ്യൂട്ടബിൾ ആണ്, ഈ ടാസ്കിന് ഇങ്ങനെ പറയാം എന്നുള്ള ട്രാൻസിഷൻസ് ട്രാൻസിഷൻ അല്ല, വേർഡ് മീൻസ് ഇങ്ങനെ ഫ്രേസസും യൂസേജസും നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് വൺ വരുന്നത് കൺക്ലൂഷനാണ്. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ റോൾ പ്ലേ എങ്ങനെ കൺക്ലൂഡ് ചെയ്തു, ആ കോൺവെർസേഷൻ എങ്ങനെ വൈൻഡപ്പ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഷനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3 മിനിറ്റ്സിൽ നിങ്ങൾക്ക് വേണ്ടുന്നത്. ഈ 3 മിനിറ്റ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 70% ഓഫ് യുവർ കാർഡ് ഹാസ് ബീൻ ഡൺ. പിന്നെ ബാക്കി വരുന്നത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. ദ വോയിസ് മോഡുലേഷൻ, യുവർ ആക്സെൻറ്റിന് വലിയ റോൾ ഇല്ലെങ്കിലും ഇഫ് യു ഹാവ് എ തിക്ക് ആക്സെൻറ്റ് ഇറ്റ് കുഡ് ബി എ പ്രോബ്ലം ബിക്കോസ് ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ ഫ്ലുവൻസി ആൻഡ് യുവർ ഇൻ്റലിജിബിലിറ്റി സ്കോർസ് എ ലോട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കോൺവെർസേഷൻ്റെ ക്വാളിറ്റി, സെൻറ്റൻസിൻ്റെ ക്വാളിറ്റി, നിങ്ങൾക്ക് നിന്ന് പോകാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ വെച്ച് നോക്കിയിട്ടായിരിക്കും ബാക്കി വരാം. ഓക്കെ, ഇപ്പോൾ ടാസ്ക് കംപ്ലീഷൻ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ടാസ്കുകൾ ചെയ്യാതെ പോകുന്ന ടാസ്കുകൾക്ക് സ്കോർ അഫക്റ്റഡ് ആവും എന്നുള്ള പോയിന്റാണ്. അപ്പോൾ ടാസ്കുകൾ മൊത്തം ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പം അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. Now, having said all these things, I hope you got a picture about that. അപ്പോൾ ഓൾറെഡി പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. അറിയാവുന്ന ആൾക്കാർ ഒന്നുകൂടെ റിവൈസ് ചെയ്തതുപോലെ കരുതിയാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ these are the points you need to prepare during your 3 minutes കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. Now, let's get into this card. So as you can see, the setting is given as an emergency department here. When you read the background details, you can see that you see the parent of a 7-year-old girl who has just received sutures for a minor wound and is due to be discharged. You see the parent to discuss his or her daughter's discharge and to answer the parent's questions. The daughter is not present. The first task is confirm the daughter's readiness for discharge. Dressing done, wound is stable, no signs of immediate complications. Find out if the parent has any concerns, pain management, self-care after discharge, etc. So, when you read the background detail, you can understand you're talking to the parent of a 7-year-old. ഇനി ഇതൊരു നോൺ കേസ് ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓൾറെഡി പേഷ്യൻറ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്, സ്യൂച്ചേഴ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദിസ് ബിക്കംസ് നോൺ കേസ്. ഇനി ഇത് ഏത് ടൈപ്പ് നോൺ കേസ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് വരുന്നത്. ഈ പാരൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റുമായിട്ട് ഇതിന് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്നോ ഇനി നമ്മളാണ് ഇവിടെ സ്യൂച്ചർ ഇട്ടതെന്നോ എന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് ദിസ് ബിക്കംസ് ദി ഫസ്റ്റ് കാറ്റഗറി നോൺ കേസ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം? യു നീഡ് ടു ഗ്രീറ്റ്,
നിങ്ങളുടെ സെൽഫ് ഇൻട്രോ വേണം, പേഷ്യൻ്റ് വെരിഫിക്കേഷൻ വേണം, അതിനുശേഷം ടാസ്കിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഹായ് ഗുഡ് ഈവനിങ്, മൈ നെയിം ഇസ് റിച്ച്, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ആർ യു മറിയാസ് മദർ? ഇവിടെ ഞാൻ അവിടെ മറിയാസ് മദർ എന്ന് ചോദിക്കാൻ കാരണം പേഷ്യൻ്റ് നോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 3 minutes I need to check with my interlocutor what is the name of the patient. So imagine my patient's name is Maria. So what will I do? I will verify the relationship here, okay? Are you Maria's mother? So she will tell me, yes, I'm Maria's mother. Then you can move on to the next point. But before you move on to the task, you need Maria's mother's name as well. All right, could you please help me with your name? About my name is Susan. Okay, Susan, എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. Okay, so Susan, I'm here to discuss with you about your daughter's discharge and to answer any questions you may have. So I'm glad to say that she is ready to be discharged. Her dressing is done, her wound is stable, and there are no signs of any immediate complications. So you're good to go home. So before you leave, do you have any concerns about the pain management or the self-care after discharge? This is how we will do your first point. അപ്പോൾ ആ ഒരു കൺസേൺ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ടാസ്കിൻ്റെ നേച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അവർ ചോദിക്കാൻ പോകുന്നത് ടെമ്പററി ആഫ്റ്റർ എഫക്ട്സുകൾ, സൂച്ചറിൻ്റെ ആഫ്റ്റർ എഫക്ട്സുകൾ എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. സോ യു ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ടെമ്പററി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സ്യൂച്ചറിങ്. അപ്പോൾ ഔട്ട്ലൈൻ ആണ്. ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ എന്താ മീനിങ് വരുന്നത്? explain എന്നുള്ള രീതിയിലാണ്. So Miss Susan, I understand you are really concerned about your daughter, so let me take you through some of the temporary after effects she might experience. Okay, ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പോയിന്റുകൾ വരുമ്പോൾ മൈറ്റ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ മേ ആണ്. ഡു നോട്ട് സേ വിൽ. തീർച്ചയായും എന്ന് പറയരുത്, ഒരു പക്ഷേ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഷി മേ എക്സ്പീരിയൻസ് മൈൽഡ് പെയിൻ, swelling or itching, but don't worry, it will not last for a very long time. In the meantime, I would also like to talk to you about the recommended pain relief. You can give or over-the-counter painkillers like paracetamol, but please keep in mind not to give any overdose, not to overdose it, but please make sure that she's not overdosing on the medicine ennu parnalum madi. So that is how you can do it. So once it is done, you can ask, is that clear to you? Because this is an informative task. Appo njan endu cheyum, I'll ask the question, is that clear to you? Do you follow what I'm saying? So the parent would say, yes, I understand. That's it. Avadam kondu avaru nirthi. Okay, when you ask a question, she just replied, yes, I understand. Nothing else. Now you have to move on to the next topic, and your next topic is wound care. അപ്പോൾ വൂണ്ട് കെയറിലേക്ക് നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളതാണ് പോയിന്റ് വരുന്നത് കേട്ടോ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഓൾറൈറ്റ്, ഹാവിങ് സെഡ് ദാറ്റ് ഓർ വെൽ ഇൻ ദാറ്റ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി വൂണ്ട് കെയർ. It is important that you keep it clean and dry for the first 24 hours, and after that you can gently clean it with soap and water. After that എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. After that you can clean it with soap and water. It is important that you protect the wound, so please avoid any direct sunlight and use a waterproof dressing while showering. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് തേർഡ് പേഴ്സൺ രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. സോ പ്ലീസ് മേക്ക് ഷ്യൂർ ദാറ്റ് ഷീ അവോയ്ഡ്സ് ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ ആയി. ഓക്കെ, പ്ലീസ് മേക്ക് ഷ്യൂർ ദാറ്റ് ഷീ അവോയ്ഡ്സ് direct sunlight. This becomes a direct point. Okay, and she uses a waterproof dressing for showering. ഇത്രയും കഴിഞ്ഞിട്ട് അഗെയിൻ ഇത് ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഐ ഹോപ്പ് യു വിൽ ടേക്ക് കെയർ ഓഫ് എവറിഥിങ്.
I hope you will be taking care of, you will take care of everything. So she says, yes, that's clear. Alright, ഇനി അടുത്ത പോയിന്റ് നമുക്ക് വന്നിരിക്കുന്നത് advice need for a home recovery period എന്നുള്ളതാണ്. So what you can do is you can tell the parent, okay, so Maria, I have another important point to discuss with you. While she is at home during her recovery time, please make sure that she avoids any strenuous activities and rough play for 1 to 2 weeks. It is important to improve her condition. And also I would like to give you some ways to reduce the risk of infection. It is important that she maintains proper hand hygiene and avoid swimming or water games for a few weeks. This is the point that you need to expand. Okay, so let's try that task one more time. Maria, there are a couple of things that you need to keep in mind while she is at home during her recovery period. It is important that she avoids strenuous activities and rough play for 1 to 2 weeks. I would like to also talk about some ways to reduce the risk of infection. Please make sure that she maintains proper hand hygiene and avoids swimming, water games for a few weeks. This is how we do it. ഇവിടെയെല്ലാം ഞാൻ യൂസ് ചെയ്ത വെർബുകൾക്ക് ഒരു എസ് ഉണ്ട്. ലൈക്ക് മെയിൻറ്റെയിന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? മെയിൻറ്റെയിൻസ്. ഓക്കെ, അവോയ്ഡിന് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? അവോയ്ഡ്സ്. ഇതെല്ലാം ഇങ്ങനെ പറയാൻ കാരണം ഞാൻ തേർഡ് പേഴ്സൺ സിംഗുലറാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് അല്ലേ, ഷീ വന്നത് കൊണ്ടാണ്. അപ്പം ഷീ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ യു മേക്ക് ഓൾ ദീസ് തിങ്സ് വിത്ത് എൻ എക്സ്ട്രാ എസ്. ദാറ്റ്സ് ഹൗ യു ക്യാൻ ഡു ഇറ്റ്. Now once you have completed it, you already have a task which is given here for a transition. Explore any other parent concerns, next steps. So Miss Susan, do you have any other concerns to ask me, like about the next steps or anything like that? So that will definitely lead you to the next point. So ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ she is going to ask you, yes, can you tell me about the stitches? This is a question. Imagine randomly parayana stitches ne patti chodikana ട്ടോ. So you can explain, yes, so speaking about the post operative care, we have used dissolvable stitches for your daughter, so there is nothing for you to be worried about. It will disappear within 2 weeks. ഇവിടെ ഞാൻ will യൂസ് ചെയ്യാൻ കാരണം ഇതെനിക്ക് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്കറിയാം ഡിസോൾവബിൾ സ്റ്റിച്ച്, ആസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ യു വുഡ് ബി നോയിങ് ഡിസോൾവബിൾ സ്റ്റിച്ചസിന് ഇത്ര കാലാവധിക്കുള്ളിൽ അത് പോകും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് will യൂസ് ചെയ്യാം. ഇറ്റ് വിൽ ഡിസപ്പിയർ വിത്തിൻ 2 weeks. And make sure that you bring your daughter for a dressing removal in 8 to 10 days. Make sure that you bring your daughter in 8 to 10 days for the dressing removals. Okay, and please make sure that your please make sure that you bring her and seek medical help if she develops severe symptoms like fever, intense pain, you notice any redness or pus formation or any foul odor coming from the suture area. Please make sure that you seek medical attention immediately. So these are the points that you need to be careful about എന്ന് പറഞ്ഞ് wind up ചെയ്യാം. Okay, this is how you can do the entire role play. So once you have completed this point, you can ask the question, so is there anything else I can help you with? And the parent says no, nothing else. Then you can say, all right then, please do not worry, please be here, we'll make the necessary arrangements for your discharge. This is how we can wind it up. Okay, these are the all points, the entire points that you need to work on. So please remember, whenever you do cases like this, since it is a concerned parent, a common ആയിട്ടുള്ള topic ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കോമൺ ടോപ്പിക് ആണിത്. കൺസേൺഡ് പാരൻസ് വരുന്നത്, കൺസേൺഡ് പാരൻസ് അല്ലെങ്കിൽ കൺസേൺഡ് ബൈസ്റ്റാൻഡർ കേസസുകൾ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദ കോണ്ടെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഇമോഷണലി സെൻസിറ്റീവ്. ഈ ഇമോഷണലി സെൻസിറ്റീവ് ടോപ്പിക്സ് ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ബി മോർ അഷ്യൂറിങ്, റീഅഷ്യൂറിങ് ആൻഡ് യു നീഡ് ടു ബി മോർ എംപത്തറ്റിക്. ഈ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ എൻറ്റയർ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കീപ് പ്രാക്ടീസിങ്
ഫോർ ദ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം തന്നെ ഐ യൂസ് ദ കീവേഡ്സ് വാട്ട് ആർ ഗിവൻ ഹിയർ. ഇതിനകത്ത് തന്നിട്ടുള്ള കീവേഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് പോയത്. ഐ ഡിഡ് നോട്ട് ചേഞ്ച് ദി സ്ട്രക്ചർ എൻറ്റയർലി. എന്താണോ ഇതിൻ്റെ സ്ട്രക്ചർ, ഈ ടാസ്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെ കിടക്കുന്നു അതിന് തന്നെ ഞാൻ കീവേഡ്സുകൾ സ്വാപ്പ് ചെയ്താണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തത്. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് കൺസ്ട്രക്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദിസ് വിൽ ബിക്കം ഈസിയർ ഫോർ യു ഓൺ എ റെഗുലർ പ്രാക്ടീസ്. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. ഒരു ടാസ്ക് കാണുമ്പോൾ തന്നെ അതിങ്ങനെ ഓരോ വാക്കുകൾ കവർ ചെയ്ത് പോകുന്നതനുസരിച്ച് സെൻറ്റൻസ് പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. അത് എളുപ്പത്തിൽ ചെയ്യാം, പക്ഷേ ഇറ്റ്സ് നോട്ട് ടു ഈസി, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓവർ നൈറ്റ്. നിങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റും എന്നല്ല. റിപ്പീറ്റഡ് പ്രാക്ടീസിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് എപ്പോഴും ടാസ്കുകൾ കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് ഇതിനെന്ത് പറയാം, ഇതെങ്ങനെ പറയാം, ഇതെങ്ങനെ ചെയ്ത് നോക്കാം, ഇതിങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓവർ ടൈം നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് പിന്നീട് 3 minutes പോലും വേണ്ടി വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ ഓക്കെ ഇത് ഇങ്ങനത്തെയാണല്ലോ ടാസ്ക് കിടക്കുന്നത്, അപ്പോൾ ഈ വാക്കുകളൊക്കെ എനിക്ക് ഫെമിലിയർ ആണല്ലോ, ഇതിങ്ങനെ പറഞ്ഞു പോവാം, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പോൾ വാക്കുകൾ ഒരു കാർഡ് ചെയ്യുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊരു 10 കാർഡ് എടുത്ത് വെച്ച് നോക്കിക്കേ, ഈ 10 കാർഡിലും റിപ്പീറ്റ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ടാവും, റിപ്പീറ്റ് ചെയ്യുന്ന കുറേ പാറ്റേൺസ് ഉണ്ടാവും, സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ കാർഡിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യം ഇനി വന്നുകൂടാ എന്നില്ല. ഓക്കെ, സോ യു മൈറ്റ് കം അക്രോസ് സിമിലർ ടോപ്പിക്സ്. പെയിൻ എന്ന് പറയുന്നൊരു വാക്ക് ഒരു കാർഡിൽ മാത്രമാണോ വരുന്നത്? അല്ല. കീപ്പ് ഇറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ ഒരു കാർഡിലാണോ? അല്ല. സ്റ്റേ ഹൈഡ്രേറ്റഡ് റിപ്പീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. ഔട്ട്ലൈൻ നെക്സ്റ്റ് സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. എക്സ്പ്ലെയിൻ ദ കോസസ് റിപ്പീറ്റഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കുറേ വാക്കുകളും കോണ്ടെക്സ്റ്റുകളും പാറ്റേൺസും സ്ട്രക്ചറുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ആ പോയിന്റ് വരുമ്പോൾ ഇതെനിക്കറിയാമല്ലോ, ഇതിവിടെ ഇങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ ചെയ്തത് എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ അത് ഈസി ആയിട്ടുള്ള പ്രസൻറ്റേഷനായിട്ട് മാറുകയും ചെയ്യും. കേൾക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി പെട്ടെന്ന് മനസ്സിലാവും. Like we actually can understand whether a person is talking by knowing that topic or not. ആ കാര്യത്തെ പറ്റിയിട്ട് ഇയാൾക്ക് വലിയ ധാരണയൊന്നും ഇല്ല, അയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. പക്ഷേ ഒരു വ്യക്തി ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ ഓരോ പോയിന്റുകൾ അക്കമിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിനെപ്പറ്റി ആൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ മണി പോലെ പറയാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. സോ സെയിം തിങ്. സോ വെൻ യു ആർ സ്പീക്കിംഗ്, ഇഫ് യു ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് എക്സാക്ട്ലി യു ആർ സേയിങ്, ഓർ യു ഹാവ് നോ ഐഡിയ അബൌട്ട് ഹൗ ദിസ് കോൺവെർസേഷൻ ഇസ് ഗോയിങ് ടു എൻഡ്, ഓർ ഇഫ് ദ പേഷ്യൻ്റ് ആസ്ക് ലൈക്ക് ദിസ് ഇസ് ഹൗ ഐ ഷുഡ് ബി ഡൂയിങ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര എവിഡൻ്റ് ആയിരിക്കും. പക്ഷേ വെൻ യു സ്പീക്ക് വിത്ത് എ ക്ലിയർ ക്രിസ്റ്റൽ ഐഡിയ ഇൻ ഫ്രണ്ട് ഓഫ് യു, ട്രസ്റ്റ് മീ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. നിങ്ങളുടെ എൻറ്റയർ പ്രസൻറ്റേഷൻ സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ മാറും. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി പ്രസൻറ്റേഷൻ ആയിരിക്കും. ആൻഡ് വെൻ യുവർ ക്വാളിറ്റി ഇൻക്രീസസ് ഡെഫിനറ്റ്ലി യുവർ സ്കോർ ഇൻക്രീസസ് അല്ലേ. നമ്മൾ പറയുന്ന സെൻറ്റൻസിൻ്റെയും നമ്മുടെ എൻറ്റയർ പ്രസൻറ്റേഷൻ്റെയും ഒരു ഭംഗി, ഈ ഒരു കാര്യം നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഡീസൻറ്റ് presentation aanengil you don't have to worry about it. Okay, so this is how this card can be done. I hope it's clear to all of you. So I'll be coming back tomorrow with another role play card, and naale nammal cheyyunnathu we are back to role play presentations. appo korchu naal munne vare nammal adu cheyyunnundarnu, but then adinte shesham njan korchu naalatheke explanation ക്ലാസ്സുകളിലേക്ക് കടന്നതുകൊണ്ടാണ് കുറച്ച് ആഴ്ചകളിലെ ലൈവിൽ നമ്മൾ റോൾ പ്ലേസ് ഒക്കെ ചെയ്യാതിരുന്നത്. ബട്ട് സ്റ്റാർട്ടിങ് ടുമോറോ വി ആർ ബാക്ക് വിത്ത് റോൾ പ്ലേസ്. അപ്പോൾ വെനസ്ഡേസിൽ നമ്മൾ എല്ലാ ലൈവിലും നമ്മളൊരു റോൾ പ്ലേ പ്രസൻറ്റേഷൻ ആയിരിക്കും കാണിക്കുന്നത്. റോൾ പ്ലേ പ്രസൻറ്റേഷന് ശേഷം ആ കാർഡിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കാർഡിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റോൾ പ്ലേ പ്രസൻറ്റേഷൻ കാണാൻ മറക്കരുത് കേട്ടോ. സോ മേക്ക് ഷുവർ ദാറ്റ് യു സീ ദാറ്റ് ഓൺ ലൈവ്. അപ്പോൾ ലൈവിൽ നമ്മളത് ചെയ്ത് കാണിക്കാൻ ഇതാണ് കാർഡ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിസ്കഷൻസുമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപഠിക്കും തോറും നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളൊരു കാര്യം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് ടുമോറോ അറ്റ് ദ സെയിം ടൈം. സോ അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.